അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഹെഡിങ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. PDF നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അവൈലബിൾ ആവും. ലെക്ചർ നോട്ട് എഴുതുന്ന സ്വഭാവമുള്ള ആളുകൾ അത് എഴുതി വെക്കുക. അല്ലാത്ത ആളുകൾക്ക് PDF നോക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഷോർട്ട് നോട്ട്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം. അതായത് ഒരു എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് സമയമാകുമ്പോൾ നമ്മൾ ഇത് ഒരു 4-5 ബുക്കൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-20 ഷീറ്റ് നമ്മുടെ ഒരു ടോപ്പിക്കിന്റെ നമ്മുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ പഠിക്കലും റിവിഷനും നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ അതിന്റെ ഇക്വേഷൻ, മോഡ് അതിന്റെ ഇക്വേഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം എഴുതിയിട്ടുള്ള ഒരു ഷീറ്റ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും, അത് ബുക്കിൽ വേണേൽ എഴുതിക്കോളൂ. എല്ലാ ടോപ്പിക്കും കൂടെ എല്ലാം കൂടെ നിങ്ങൾ ഒരു ബുക്ക് കീപ്പ് ചെയ്യാവും. ഓക്കെ, അങ്ങനെ റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവണം? ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാവണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതുക. ലെക്ചർ നോട്ടായിട്ട് എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരുപാട് എഴുതി പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുകയാണ് അതിന് ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് അത് മാത്രം നോക്കിയാൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പോലെ. അതിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നും എഴുതി വെക്കരുത്, ഫോർമുലയും അതിന്റെ ഇൻഫർമേഷൻസും മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജസ് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്താണ് ആവറേജ്? ശരാശരി അല്ലെ, നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് ഒരു സെൻട്രൽ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യാനുള്ള ആ ഒരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ടെൻഡൻസി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഒരു സെൻട്രൽ വാല്യൂ, അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പാകത്തിന് ഒരു നടുക്കിലെ ആള്. ഓക്കെ, അയാളെ നമ്മൾ എന്ത് വിളിക്കും? ആവറേജ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കും. ഓക്കെ, ആവറേജ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ല, പ്രോപ്പർട്ടിനെയാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ആവറേജ് എന്ന് നമ്മൾ വിളിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ ആവറേജ് നമ്മൾ എവിടെയൊക്കെ എടുക്കുക? നമ്മൾ സ്കൂളിൽ ഒരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ മാർക്ക് നമ്മൾ നോക്കിയിട്ട് ആവറേജ് എത്ര മാർക്ക് ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 100 മാർക്കിലൊരു എക്സാം നമ്മൾ നടത്തിയാൽ ആ എക്സാമിൽ ആ കുട്ടികൾക്ക് ആവറേജ് ആയിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. എങ്ങനെയാ പറയുക? ആ കുട്ടികളുടെ മാർക്കൊക്കെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് എടുക്കാറുള്ളത് അല്ലെ. അപ്പൊ അതിനെയൊക്കെ, ആ മാർക്കുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ പറഞ്ഞ സെൻട്രൽ വാല്യൂ. ഓക്കെ, ആവറേജ്. കോമൺലി അതിന് ആവറേജ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആവറേജ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സം ബൈ നമ്പർ എന്നുള്ള ആ കൺസെപ്റ്റ് മാത്രം വരരുത്. എല്ലാത്തിനെയും കൂടെ കോമൺ ആയിട്ട് പറയുന്നതാണ് ആവറേജ്. ഓക്കെ, ശരാശരി എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ്. ശരാശരി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒരു 5 ടൈപ്പ് നമ്മൾ പഠിക്കും. ആവറേജസ് 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് നമ്മൾ പഠിക്കും. ഓക്കെ, കുറെ പേരുടെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആവറേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ് വിച്ച് എനേബിൾസ് us to comprehend in a single effort the significance of whole. എല്ലാവരുടെയും ആ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മളൊരു സിംഗിൾ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതൊന്നും നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എന്താണ് ഒരു ഗുഡ് ആവറേജിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടി? കുറെ കാലം മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ആവറേജസ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പല പ്രോപ്പർട്ടീസും കൺഫ്യൂസിങ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് മിക്കവാറും ക്യാൻസൽ ആവാറാണ് പതിവ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും കാണുന്ന പഴയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പരീക്ഷ പേപ്പറിൽ, SSCയുടെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഒന്നും ഇത് ചോദിക്കാറില്ല, എന്നാലും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ് എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഷുഡ് ബി സിമ്പിൾ ആൻഡ് റിജിഡ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, റിജിഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആവറേജിന് ഉണ്ടാവണം. പിന്നെ വളരെ സിമ്പിൾ ആയിരിക്കണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആവറേജുകളൊന്നും നമ്മൾ ഗുഡ് ആവറേജ് എന്ന് പറയില്ല. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റണം. ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്, തന്നിട്ടുള്ള എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം ആവറേജ് പറയേണ്ടത്.
അതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പല ആവറേജുകളും ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ വരില്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. പിന്നെ ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്, അതായത് വലിയ എക്സ്ട്രീം വാല്യൂസ്. ഇപ്പൊ നമുക്ക് കുറെ വാല്യൂസ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ മാർക്ക് 100 മാർക്കിൽ നമ്മൾ പരീക്ഷ നടത്തി. അവർക്കൊക്കെ ഒരു 50-നും താഴെയാണ് മാർക്ക്. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം 100 മാർക്കാണ് കിട്ടിയത്. അതാണ് ആ എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ എക്സ്ട്രീം വാല്യൂ ഇവരുടെ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ മാർക്കിന് ആവറേജിന് വളരെ ഡിഫറൻസ് വരാൻ പാടില്ല. മനസ്സിലായോ? അതാണ് എക്സ്ട്രീം വാല്യൂസിന്റെ എഫക്റ്റ് വളരെ ലീസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ്, അതായത് എണ്ണം മാറ്റിയെടുത്താലും ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി റെപ്രസെന്റ് ചെയ്യാൻ ആ ഗ്രൂപ്പിൽ നിന്നും കുറച്ച് ആളുകളെ നമ്മൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആ ആളുകളെ മാറ്റിയിട്ട് വേറെ കുറച്ച് ആളുകളെ എടുത്തിട്ട് അവരുടെ ആവറേജ് കണ്ടുപിടിക്കുക. ആളുകളെ മാറ്റിയിട്ട് വേറെ കുറച്ച് ആളുകളെ എടുത്തിട്ട് അവരുടെ ആവറേജ് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ എത്ര ആവറേജസ് സെപ്പറേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് എടുത്ത് കണ്ടുപിടിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല, വല്ലാതെ ഡിഫറൻസ് വരാൻ പാടില്ല. അതാണ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്സ്. ഇനി കൂടുതൽ അതിനെ നിങ്ങൾക്ക് പ്രോസസ് ചെയ്യാൻ, മാത്തമാറ്റിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള ആവറേജിനെയാണ് നമ്മൾ ഗുഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആവറേജ് ആണ് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വായിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതല്ലാത്തതും ആയതുമായിട്ടുള്ള ആവറേജസ് നമ്മൾ ഇനി പറയും. അത് പറയുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഇതായിരുന്നു അത് എന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആവറേജ്. ഓർത്തു വെച്ചോളൂ. നെക്സ്റ്റ്, നമുക്ക് ഏതൊക്കെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ AM പഠിക്കാനുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന മീൻ അല്ലെ, അരിത്തമെറ്റിക് മീൻ. പിന്നെ മീഡിയൻ പഠിക്കാനുണ്ട്, മോഡ് പഠിക്കാനുണ്ട്, ജോമെട്രിക് മീൻ പഠിക്കാനുണ്ട്, ഹാർമോണിക് മീൻ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എവിടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്? ഇതൊന്നും സിലബസിൽ കൊടുത്തിട്ടില്ല. സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻട്രൽ ടെൻഡൻസീസ് ഇതാണ്. ഈ 5 എണ്ണം നിങ്ങൾ പഠിക്കണം. PSCക്ക് ഇഷ്ടമുള്ള 5 എണ്ണമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സബ് ഹെഡിങ്സ് ഉണ്ടാവില്ല സിലബസിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഡിസ്പേർഷൻ പഠിക്കണം, അല്ല, അതിന്റെ റിലേറ്റീവ് മെഷേഴ്സ് പഠിക്കണം, അബ്സല്യൂട്ട് മെഷേഴ്സ് പഠിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കും. സിലബസിൽ ഒരു ചെറിയൊരു ഹിന്റ് മാത്രമേ തരുള്ളൂ, പക്ഷെ അത് നമ്മൾ ഇലോബറേറ്റ് ചെയ്തിട്ട് പഠിക്കണം. ഏത് സ്ഥലത്തുനിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. കാരണം നമ്മളെ സിലബസിൽ എന്തുണ്ട്? അവസാനം കയറി ഒരു ചുവന്ന കളറിൽ സാധനം കാണുന്നുണ്ട് അല്ലെ. ഇതിലുള്ള എല്ലാം ചോദിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിലില്ലാത്തതും ചോദിക്കാം. സാങ്കല്പികം മാത്രമാണ് നമ്മൾ സിനിമയിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ. അതാണ് സംഭവം. സിലബസ് ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രം. നമുക്ക് റെഫറൻസ് മാത്രമാണ് സിലബസ് കൊണ്ട് കിട്ടുക. യെസ്, അപ്പൊ ഈ കാണുന്ന അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ പഠിക്കണം. ഇതാണ് സെൻട്രൽ ടെൻഡൻസീസ്. 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം ഇടയ്ക്കിടയ്ക്ക്. കാരണം മുമ്പ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പറയുക എന്ന് അവർക്ക് അറിയുണ്ടാവും. പുതിയതായിട്ട് കാണുന്ന ആളുകൾ വിചാരിക്കേണ്ടാവും എന്തൊക്കെയാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ പറയണം കേട്ടോ. ഓക്കെ ആണ്, റൈറ്റ്, ശരി, ക്ലിയർ ആണ്. രഞ്ജിനി ചിരിക്കുന്നുണ്ട്. ശരി, റൈറ്റ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിന് മൊത്തത്തിൽ ആകെ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്. പേടിയുള്ള കുറേ ആളുകളുണ്ട്. ഞാൻ മാത്സ് ആണ് പഠിച്ചത്, എനിക്ക് കൊമേഴ്സ് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് ആണ് പഠിച്ചത്, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല, ഞാൻ പഠിച്ചാൽ ശരിയാവോ എന്നുള്ള കൺഫ്യൂഷനുള്ള ഒരുപാട് പേരുണ്ട്. അവര് ഈ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചു നോക്കി വലിയ കുഴപ്പമില്ലല്ലോ, എന്നാ എനിക്കൊന്ന് നോക്കി നോക്കാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വരണം എല്ലാവർക്കും, അങ്ങനെയുള്ള ആളുകൾക്ക്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസി നോക്കിക്കോളൂ, അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ. ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസി ആണ് അരിത്തമെറ്റിക് മീൻ, AM എന്ന് നമ്മൾ പറയും. സാധാരണ നമ്മൾ പറയുന്ന ആവറേജ്, ശരാശരി എന്ന് നമ്മൾ PSC പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന ആ ശരാശരിയാണ് ഈ കാണുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് സെറ്റ് ഓഫ് ഡാറ്റ. എങ്ങനെയാണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്? സം ബൈ നമ്പർ
അല്ലെ? ആകെ തുക ബൈ എണ്ണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എക്സ് ബാർ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ശ്രദ്ധിച്ചോളൂ, എക്സ് ബാർ എന്നാണ് അതിന്റെ നൊട്ടേഷൻ കൊടുക്കുന്നത്. അത് സം ബൈ നമ്പർ ആണ്. അരിത്തമെറ്റിക് മീൻ സം ബൈ നമ്പർ, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ബൈ നമ്പർ എന്ന് പറയാറുണ്ട് അല്ലെ? ടോട്ടൽ ബൈ നമ്പർ. അത് തന്നെ നമ്മൾ 3 രീതിയിൽ 3 ടൈപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയാം. ഈ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ആ ഒബ്ജക്ട്സ് ആണ് കേട്ടോ. നമ്പേഴ്സ്, നോർമലി നമ്പേഴ്സ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്, കുട്ടികളുടെ ഹൈറ്റ് അല്ലെ, അല്ലെങ്കിൽ പല പല ഡാറ്റ ഉണ്ടാവും. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു വില്ലയിൽ താമസിക്കുന്ന ആളുകളുടെ ആനുവൽ ഇൻകം, അങ്ങനെ പല ഇൻഫോർമേഷൻസ് ഉണ്ടാവുമല്ലോ. അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് ഇവിടെ. ആ ഡാറ്റ തന്നെ നമുക്കൊരു 3 രീതിയിൽ എടുക്കാം. ഏതൊക്കെയാണ്? ഒന്ന് റോ ഡാറ്റ എന്ന് പറയും. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സ് മാത്രം നമുക്ക് ഇങ്ങനെ തരും. 10, 20, 25, 30, 35 എന്ന് പറഞ്ഞിട്ടുള്ള കോമയിട്ട് വേർതിരിച്ച് ഇങ്ങനെ നമ്പേഴ്സ് തരും. അതൊന്ന്. പിന്നെ ഫ്രീക്വൻസിയുടെ ഡാറ്റയുണ്ട്. ഫ്രീക്വൻസിയുടെ ഡാറ്റയിൽ 2 കാറ്റഗറി വരും. ഒന്ന് ഡിസ്ക്രീറ്റും വരും, പിന്നെ ഒന്ന് കണ്ടിന്യൂസും വരും. ഗ്രൂപ്പ്ഡും വരും, അൺഗ്രൂപ്പ്ഡും വരും. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. ഇപ്പൊ 10ന്റെ താഴെ അതിന്റെ ഫ്രീക്വൻസി എഴുതും 2. 20 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. 20ന്റെ താഴെ 3 എന്ന് എഴുതും, അതിന്റെ ഫ്രീക്വൻസി ആണ്. 30 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്. 45 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്. അങ്ങനെ ആ മാർക്കും അതിന്റെ എണ്ണവും, ആ നമ്പറും അതിന്റെ എണ്ണം, ആ നമ്പർ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക, അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുക. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയും. ഗ്രൂപ്പ് അല്ല, അവർ ഓരോ ഇൻഡിവിജ്വൽസിന് തന്നെ ഇത്ര എണ്ണം വരുന്നുണ്ടെന്ന് തന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. പിന്നെ വരുന്നതാണ് ഗ്രൂപ്ഡ് ഡാറ്റ. ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. നമ്മളോട് പറയുകയാണ് 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 15 ആണ്. 20 മുതൽ 30 മാർക്ക് ഇത്രയും മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 10 ആണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനകത്തായിരിക്കും മാർക്ക് പറയുക. സ്പെസിഫിക് ആയിട്ട് ഒരു മാർക്ക് പറയില്ല. ഒരു റേഞ്ചിനകത്ത് പറയുന്ന മാർക്കുകളുടെ എണ്ണം, അതിന്റെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന ഡാറ്റേനെയാണ് നമ്മൾ എന്ന് പറയുക ഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയുക. ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡാറ്റ, കണ്ടിന്യൂസ് കേസിൽ വരുന്ന ഡാറ്റ എന്ന് നമ്മൾ പറയും. ഈ 3 കേസിലും നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചോളൂ. ആദ്യത്തെ അരിത്തമെറ്റിക് മീൻ ആണ് ഫ്രം റോ ഡാറ്റ. ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് മീൻ ഫ്രം റോ ഡാറ്റ. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പറുകൾ മാത്രം തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞാൽ n നമ്പറുകൾ തന്നിട്ടുണ്ട്, n ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനോട് നമ്മളോട് പറയുകയാണ് അതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ ഈക്വൽ ടു x1 + x2 + എക്സെട്ര + xn / n. അതിനെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്മ നൊട്ടേഷൻ ആണ് കൊടുക്കുക. സിഗ്മ xi/n എഴുതുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇലോബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ i ഫ്രം 1 to n xi/n. ടോട്ടൽ ആണ് കേട്ടോ, എണ്ണം ആണ് ടോട്ടൽ n. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, കുറേ പേർക്ക് ഇത് ബോറടിക്കുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ എന്നോട് സദയം ക്ഷമിക്കുക. കാരണം ഇതിൽ ഒരുപാട് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണ്ട് പഠിച്ചതാണ്, ഒന്നും അറിയില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ചിലത് നമ്മൾ പറയുമ്പോൾ അത് വളരെ ബേസിക് ആണെങ്കിലും ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോവുക. മാക്സിമം ശ്രമിക്കുക നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. നിങ്ങളും അതുപോലെ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കോമൺ സബ്ജക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും എയിം ചെയ്യുന്ന, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിൽ കൂടുതൽ ആൾക്കാർ സ്കോർ ചെയ്യും. മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇപ്പൊ എക്കണോമിക്സ് പഠിച്ച ആളുകളായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആളുകൾ മാത്രമായിരിക്കില്ല. മാത്സ് പഠിച്ച ആൾക്കാർക്കും അറിയുണ്ടാവും, കൊമേഴ്സ് പഠിച്ച ആൾക്കാർക്കും അറിയുണ്ടാവും, എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുണ്ടാവും. അപ്പൊ ഇതിലൊരു കോമൺ സബ്ജക്റ്റ് ആണ്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ടോപ്പിക്സ് കൂടുതൽ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ടൊരു കോമൺ സബ്ജക്റ്റ് ആണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുള്ളൂ. അതിനുള്ള ടൈം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബോറടിക്കുന്ന ആൾക്കാർ സദയം ക്ഷമിക്കുക. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന്
വിചാരിച്ച് വിഷമിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഈ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ ഒബ്സർവേഷൻസിന്റെ സമ്മ കണ്ടുപിടിക്കാനൊക്കെയുള്ള പല വഴികളും നിങ്ങൾ ജനറൽ PSC പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാൻ, ഞാൻ 10, 20, 30, 40, 50 ഇത്രയും നമ്പറുകൾ തന്നു. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്താ നമ്മൾ ചെയ്യുക? ഇതെല്ലാം കൂടെ നിരത്തി എഴുതി അങ്ങോട്ട് കൂട്ടും. 10 + 20 + 30 + 40 + 50 / 5 അല്ലെ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രോസസ്. എന്താണ് എത്രയെ കൂട്ടിയാൽ കിട്ടുക നോക്കൂ. 50, 50, 100, 150. 150/5 30 കിട്ടുക അല്ലെ? 150/5 30 ഇതിന്റെ ശരാശരി ആവറേജ് എക്സ് ബാർ കിട്ടുക അല്ലെ? ഇനി ഇത് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ, ഒരു കോമൺ ഡിഫറൻസിൽ വരുന്ന തുടർച്ചയായിട്ടുള്ള നമ്പറുകളാണെങ്കിൽ അതിൽ ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ, ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 എണ്ണം, 7 എണ്ണം, 11 എണ്ണം, 13 എണ്ണം, അങ്ങനെ ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ, തുടർച്ചയായിട്ടുള്ള നമ്പറുകളാണെങ്കിൽ, തുടർച്ചയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു പൊതുവ്യത്യാസത്തിൽ പോകുന്ന നമ്പറുകളാണെങ്കിൽ അതിന്റെ നടുക്ക് കിടക്കുന്ന ആളായിരിക്കും അതിന്റെ ആവറേജ്, ശരാശരി. അതൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കണു. ഇപ്പൊ 10, 20, 30, 40, 50 അങ്ങനെ നിങ്ങൾ ആ ഓർഡറിൽ എഴുതിയിട്ട് 5 നമ്പറുകളുള്ളത്, 5 എണ്ണത്തിന്റെ നടുക്ക് കിടക്കുന്ന ആള്, അതാണ് ശരാശരി അല്ലെ? ഈ നടുക്ക് കിടക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. n ഒബ്ജക്റ്റുകളാണുള്ളതെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? n ആളുകളാണുള്ളതെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ? n തുടർച്ചയായിട്ടുള്ള എണ്ണങ്ങളാണെങ്കിൽ കേട്ടോ, തുടർച്ചയായിട്ടുള്ള എണ്ണങ്ങളാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്പറുകളൊക്കെ പറയുമ്പോൾ, സാധാരണ എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ 1, 2, 3 എക്സെട്ര n വരെയുള്ള തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളാണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ആദ്യത്തെ നമ്പർ പ്ലസ് അവസാനത്തെ നമ്പർ ബൈ 2. കോമൺലി നമുക്ക് എങ്ങനെ എഴുതാം അരിത്തമെറ്റിക് മീൻ? ഇപ്പൊ ഇതിന്റെയൊക്കെ ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക കേട്ടോ. തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2 എന്ന് എഴുതാം. എണ്ണൽ സംഖ്യകളാണെങ്കിൽ 1 മുതലുള്ള എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ 1 അല്ലേ ഫസ്റ്റ് നമ്പർ ഉണ്ടാവുക, അതാണ് n+1 വരുന്നത്. ലാസ്റ്റ് നമ്പർ n+1/2. തുടർച്ചയായിട്ടുള്ള n എണ്ണൽ സംഖ്യകളുടെ ആവറേജ് ശരാശരി എക്സ് ബാർ കണ്ടുപിടിക്കാൻ n+1/2 ഉപയോഗിച്ചാൽ മതി. ഇനി ഏതെങ്കിലും 1 മുതലുള്ള നമ്പറുകളല്ല, ഒരു കോമൺ ഡിഫറൻസ് വരുന്ന തുടർച്ചയായിട്ടുള്ള കുറെ നമ്പറുകളാണ്, അതാണെങ്കിൽ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2, അതാണ് ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്ത ആളുകൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. എണ്ണൽ സംഖ്യ ആണെങ്കിൽ n+1/2. ഇനി ഇതൊന്നുമല്ല, തുടർച്ചയുള്ളത് എണ്ണൽ സംഖ്യ ഒന്നുമല്ല, കുറച്ച് നമ്പറുകൾ വെറുതെ തന്നിരിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? എഴുതിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, റൈറ്റ്, ശരി. അടുത്തത്, ഇതിപ്പോ റോ ഡാറ്റയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഈ രണ്ടാമത്തെ കേസ് നോക്കൂ. അരിത്തമെറ്റിക് മീൻ ഫ്രം ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അരിത്തമെറ്റിക് മീൻ ഫ്രം എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ടാവും. ഇപ്പൊ x1 എന്ന് പറഞ്ഞ ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ നമ്പർ f1 ടൈംസ് ഒക്കർ ചെയ്യുന്നു. ഒബ്സർവേഷൻ ഉണ്ടാവും, അതിന്റെ ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, എക്സ് വാല്യൂസ് ഉണ്ടാവും, എഫ് വാല്യൂസും ഉണ്ടാവും, ഫ്രീക്വൻസി വാല്യൂസും ഉണ്ടാവും. അപ്പോൾ x1ന്റെ ഫ്രീക്വൻസി ആണ് f1, x2ന്റെ ഫ്രീക്വൻസി ആണ് f2, എക്സെട്ര xnന്റെ ഫ്രീക്വൻസി ആണ് fn എങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇവിടെ നമ്മൾ നേരത്തെ സം എടുത്ത പോലെ തന്നെയാണ് ഇത്. സം എടുക്കണം എന്നുണ്ടെങ്കിൽ x1 എത്ര എണ്ണം ഉണ്ട്? f1 എണ്ണം ഉണ്ട് അല്ലെ? ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ പോലെ 10,
20, 30, 40, 50 അങ്ങനെ എടുത്തു വിചാരിക്കുക. 10, 20, 30, 40, 50 ഇങ്ങനെ നമ്പറുകളുണ്ട്. പക്ഷെ ഈ 10 തവണ, 20 5 പ്രാവശ്യം, 30 2 പ്രാവശ്യം, 40 ഒരു തവണ, 50 ഒരു തവണ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാ ചെയ്യുക? 10 തന്നെ 10 പ്രാവശ്യം നമ്മൾ കൂട്ടണം. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 10 എത്ര തവണ വന്നിട്ടുണ്ട് നോക്കും, 10 ടൈംസ്. അപ്പൊ 10 × 10 പ്ലസ് 20 5 പ്രാവശ്യം നമ്മൾ കൂട്ടണം. അതിന് പകരം 20 × 5. 30 2 പ്രാവശ്യം കൂട്ടണം. 30 × 2. 40 ഒരു തവണ. 40 × 1. 50 × 1. അങ്ങനെ ഫ്രീക്വൻസീസും അതിന്റെ എക്സ് വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മളെല്ലാം കൂടെ അത് കൂട്ടും. ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. x1 x2 എക്സെട്ര xn ആ എണ്ണം കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുക, n കൊണ്ടല്ല ഡിവൈഡ് ചെയ്യുക, ഫ്രീക്വൻസിയുടെ സമ്മ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. കാരണം 10 എന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ട്, 20 എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഉണ്ട്. അപ്പൊ തന്നെ 15 ഒബ്സർവേഷൻസ് ആയി അല്ലെ. അപ്പൊ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഒബ്സർവേഷൻസിന്റെ എണ്ണം ഫ്രീക്വൻസിയിലാണ് നമ്മൾ കൂട്ടേണ്ടത്. അതാണ് താഴെ f1 + f2 + എക്സെട്ര + fn കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ എഴുതുന്ന സിമ്പിൾ ആണ് സിഗ്മ xi fi ബൈ ക്യാപിറ്റൽ N. എന്താ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി എഫുകളെയൊക്കെ നമ്മൾ കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷനെ അല്ലെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞിട്ട് നൊട്ടേഷൻ കൊടുക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ N കണ്ട കൺഫ്യൂഷൻ ആവരുത്. അതിൽ എണ്ണം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂട്ടിയാണ് നമ്മൾ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്, എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ താഴെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ +1 സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ താഴെ പറയുന്നുണ്ട്. അത് നോക്കാം. എഴുതിയല്ലോ? എഴുതി കഴിഞ്ഞു. യെസ്, സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞാൽ സ്പീഡൊക്കെ ഇങ്ങനെ കൂടും. അപ്പോൾ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കുറച്ച് സ്പീഡ് കുറയ്ക്കണം എന്നുള്ളത് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആവേശം കയറി സ്പീഡ് കൂടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇത്രയും വേണ്ട, ഒന്ന് കുറച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കുറയ്ക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കോളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണേ. എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഹൈറ്റ്, കുട്ടികളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, പാർട്ടിസിപ്പൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. 49 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരാള്, 53 ഇഞ്ച് ഹൈറ്റുള്ള 2 ആള്, 54 4, 55 5, 66 3, 68 2, 70 2, 80 1. അപ്പൊ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫ്രീക്വൻസി ഒക്കെ ഗുണിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി ആ ടോട്ടൽ ഫ്രീക്വൻസി, ടോട്ടൽ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ അല്ലേ? ശരിയല്ലേ? ഇതിന്റെ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കാം. x bar is equal to സിഗ്മ fi xi by n അല്ലെ? ഇതാണ് എക്സ്പ്രഷൻ. അപ്പൊ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഉണ്ട്. നിങ്ങൾ എഴുതി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഫ്രീക്വൻസി ഫോർമുല മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിക്കാം. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? അത്ര കൂടുതലല്ല. ഇന്നത്തെ ക്വസ്റ്റ്യൻ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കണ്ട, പഠിച്ചു വെച്ചോളൂ കേട്ടോ. വലിയ ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ഞങ്ങളത് എങ്ങനെ ചെയ്യും? അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇത്രയും വലിയ നമ്പർ ഉണ്ടാവില്ലെങ്കിലും കുറച്ചും കൂടെ നമ്പർ കുറഞ്ഞ് എണ്ണം കുറച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മുമ്പ് PSC. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെയാണ് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അത് എത്ര പേരൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് സമയം എടുക്കും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇപ്പൊ ഹൈറ്റ് എക്സിന്റെ വാല്യൂസ് ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി എഫിന്റെ വാല്യൂസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? fx കണ്ടുപിടിക്കും, മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ വേറെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ. ഒരു അസ്യൂംഡ് മീൻ എടുക്കുക, ഏകദേശം നടുക്കുള്ള ഒരു വാല്യൂ എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂസിൽ നിന്ന് അത് മൈനസ് ചെയ്യുക അല്ലെ? അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഷോർട്ട് കട്ട് എന്ന് പണ്ട് നമ്മൾ പഠിച്ചതാണ്, പക്ഷെ അത് ലോങ് കട്ടായിരുന്നു അല്ലേ? അത് നമ്പർ, ഈ പ്രൊഡക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ.
ആ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2-3 കോളൊക്കെ വീണ്ടും നമ്മൾ വരയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ല, വളരെ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, അതെല്ലാം കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഫ്രീക്വൻസി, ടോട്ടൽ എൻ ഫ്രീക്വൻസിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ആ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. 1200/20 ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി 60 ആണ് ഇവരുടെ ശരാശരി ഹൈറ്റ്. 60 ആണ് ഇവരുടെ ശരാശരി ഹൈറ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ട് നോക്കിയാൽ മതി. അത്ര ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓയ്യോ എൻ്റെ കഴിഞ്ഞില്ല 54 ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെയ്ത് നോക്കുക. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഫോർമുലയാണ് ഇമ്പോർട്ടന്റ്, ആ പ്രൊസീജിയർ ആണ് ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇത് അൺഗ്രൂപ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്തുണ്ടാവും? ഗ്രൂപ്ഡ് ഡാറ്റ ഉണ്ടാവും. അതിലെന്താ സംഭവം, എന്താ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. PDF ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കി വെക്കാം. ആ പ്രൊസീജിയർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് ഗ്രൂപ്ഡ് ഡാറ്റ. മൂന്നാമത്തെ ടൈപ്പ് ഗ്രൂപ്ഡ് ഡാറ്റ. ഇതിലെന്താ സംഭവിക്കുന്നത്? ഗ്രൂപ്ഡ് ഡാറ്റയിൽ ഇവിടെ നമുക്ക് വാല്യൂസ് ഒരു ഗ്രൂപ്പ്, ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെല്ലിലായിരിക്കും തന്നിട്ടുണ്ടാവുക. 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 to 50, 50 to 60, 60 to 70 ഏജ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്പർ ഓഫ് പേഷ്യൻസ് തന്നിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്പർ ഓഫ് പേഷ്യൻസ് തന്നിട്ടുണ്ട് 5, 7, 17, 12, 5, 2, 7. അപ്പൊ ഇതിൽ ആവറേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സിന്റെ വാല്യൂ വേണം അല്ലെ. സാധാരണ എക്സ് ഇൻറ്റു എഫ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ എക്സ് ഇല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് എക്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്, നമ്മൾ മിഡ് എക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് പണ്ട് അല്ലെ. ആ മിഡ് എക്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാ മിഡ് എക്സ് കണ്ടുപിടിക്കുക? ഈ ക്ലാസ് ഇന്റർവെല്ലിന്റെ നടുഭാഗം, സെൻട്രൽ പോയിന്റ്, മിഡ് പോയിന്റ്, അതാണ് മിഡ് എക്സ് എന്ന് പറയുന്നത്, മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഈ മിഡ് എക്സ് കണ്ടുപിടിക്കാനായിട്ട്, മിഡ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 0 പ്ലസ് 10, 10 പ്ലസ് 0 10 തന്നെ, ബൈ 2 5. അങ്ങനെയാണ് ഇവിടെ 5 കിട്ടിയത്. ഓക്കെ, പിന്നെ 20 പ്ലസ് 10 30 ബൈ 2 15, 30 പ്ലസ് 20 50 ബൈ 2 25, 70 ബൈ 2 35, 90 ബൈ 2 45, 110 ബൈ 2 55, 130 ബൈ 2 65 അല്ലെ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് മിഡ് എക്സ്, മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആ മിഡ് വാല്യൂവും ഈ ഫ്രീക്വൻസി, മിഡ് വാല്യൂ നമ്മൾ എക്സ് ആയിട്ട് സെലക്ട് ചെയ്യും, ഫ്രീക്വൻസി നമ്മുടെ അവിടെ ഉണ്ട്, അത് രണ്ടും കൂടെ ഗുണിക്കുക. സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ സിഗ്മ എഫ് ഐ എടുക്കും. സിംപ്ലിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ 32.09. ഇവിടെ ഈ വാല്യൂസിനും ഈ ആൻസറിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ആ പ്രൊസീജിയർ, ആ ഒരു ഫോർമുല അത് മാത്രം നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക. ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കോ? ഈ 1765/55 ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും? ചോദിക്കില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം കാൽക്കുലേഷൻ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് 3 രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. ഒന്ന് റോ ഡാറ്റ, വാല്യൂസ് മാത്രം തന്നിട്ടുള്ള എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ അൺഗ്രൂപ്ഡ് ഡാറ്റ, അതായത്
ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി, അവിടെ എക്സും അതിന്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. അതെല്ലാം കൂടെ ഗുണിച്ചിട്ട് ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അരിത്തമെറ്റിക് മീൻ കിട്ടും. പിന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഒരു ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ടാവും. ആ ക്ലാസ് ഇന്റർവലിന്റെ മിഡ് വാല്യൂസ്, മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം, മിഡ് എക്സ് കണ്ടുപിടിക്കണം. പിന്നെ നമ്പർ ഓഫ് ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയും ആ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ അരിത്തമെറ്റിക് മീൻ കിട്ടും. ഇതാണ് 3 ക്രൈറ്റീരിയ. ഓക്കെ, റൈറ്റ്. ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചോളൂ. ഈ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, കാൽക്കുലേഷൻസിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മളോട് ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. മീനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുന്നേക്കാളും കൂടുതൽ, കാരണം മീൻ വളരെ സിമ്പിൾ അല്ലേ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലത്തെ പ്രോപ്പർട്ടീസ് വരുന്ന ചോദ്യങ്ങൾ. ഇതാണ് ക്വസ്റ്റ്യൻസ്, നോക്കിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് അല്ല, പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ കേട്ടോ. നേരത്തെ എഴുതണ്ടെന്ന് പറഞ്ഞ പോലെയല്ല, ഇത് എഴുതി വെച്ചോളൂ എല്ലാവരും. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് items in data from arithmetic mean is always 0. Sum of deviations of data from arithmetic mean is always 0. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എക്സിന്റെ വാല്യൂസ് ഉണ്ട്, നമ്മൾ നേരത്തെ എഴുതിയ പോലെ എക്സിന്റെ വാല്യൂസ് ഞാൻ 10, 20, 30, 40, 50 എന്ന് എഴുതുന്നു. ഇതാണ് എക്സിന്റെ വാല്യൂസ്. ഓക്കെ, നേരത്തെ നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ എക്സ് ബാർ എന്താണ്? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 30 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, നടുക്കുള്ള ആളാണ് 30 ആണ് എക്സ് ബാർ. ഇനി ഇതിന്റെ ഈ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ നമ്മൾ ചൂസ് ചെയ്യുക. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ചൂസ് ചെയ്യുക. നിങ്ങൾ എക്സ് മൈനസ് എക്സ് ബാർ ചൂസ് ചെയ്യുക. ഓരോന്നിന്റെ എന്തായിരിക്കും കിട്ടുക നോക്കൂ. 10 മൈനസ് 30 മൈനസ് 20 അല്ലെ, 20 മൈനസ് 30 മൈനസ് 10, 30 മൈനസ് 30 0, 40 മൈനസ് 30 10, 50 മൈനസ് 30 20. ഈ ഡീവിയേഷൻസ് എല്ലാം കൂടെ കൂട്ടുക. എക്സ് മൈനസ് എക്സ് ബാറിന്റെ സിഗ്മ എന്തായിരിക്കും കിട്ടുക? നിങ്ങൾ നോക്കൂ. മൈനസ് 20 പ്ലസ് 20 മൈനസ് 10 പ്ലസ് 10 കിട്ടിയത് എന്താ? 0 അല്ലേ? കിട്ടിയത് 0 ആണ് അല്ലെ? അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കൂ. സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് in a data from the arithmetic mean is always 0. എക്സിന്റെ ഡീവിയേഷൻസ്, എക്സ് ബാറിൽ നിന്നും എക്സിന്റെ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും എന്തേ കിട്ടുള്ളൂ? 0 ആണ് കിട്ടുക. സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റം ഫ്രം the arithmetic mean is always 0. Okay. ക്ലിയർ അല്ലേ? അതൊന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയും നോക്കൂ. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വാക്ക് അതിനകത്ത് കിടക്കുന്നുണ്ട്. കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് നേരിട്ട് തന്നെ അതിന്റെ കാര്യം മനസ്സിലാക്കാം. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് ഇൻ എ ഡാറ്റ ഈസ് ലീസ്റ്റ് വെൻ ദ ഡീവിയേഷൻ ഇസ് ടേക്കൺ ഫ്രം അരിത്തമെറ്റിക് മീൻ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ പോലെ ഡീവിയേഷൻസ് നമുക്ക് എക്സ് ബാറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് സം എടുത്തു കഴിഞ്ഞാൽ 0 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഈ എക്സ് ബാർ എന്നല്ലാണ്ട് വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസ്യൂംഡ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വാല്യൂവിൽ നിന്നും ഈ പറഞ്ഞ ഡീവിയേഷൻ എടുക്കും അല്ലെ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എ എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് ഡീവിയേഷൻ എടുത്തു വിചാരിക്കുക. എക്സ് മൈനസ് എ, അതിന്റെ സ്ക്വയർ എടുത്തു. എ എന്ന് പറഞ്ഞൊരു അസ്യൂംഡ് മീൻ ആണ്, ഏതോ ഒരു നമ്പർ, ഇതിനിടയ്ക്കുള്ള പരിസരത്തുള്ള ഏതോ ഒരു നമ്പർ. അപ്പൊ എക്സ് മൈനസ് എ എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ സിഗ്മ കണ്ടുപിടിക്കുക. അപ്പൊ സിഗ്മ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റം ഇൻ എ ഡാറ്റ ഫ്രം എ വാല്യൂ എ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? ഈ എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻ എടുക്കാം. അതിപ്പോ സം എടുത്താൽ 0 നമ്മൾ പറഞ്ഞു, പക്ഷെ സം എടുക്കണ്ട, നിങ്ങൾ സ്ക്വയർ എടുത്തോളൂ ആദ്യം. അപ്പൊ ഈ -20 പ്ലസ് 20 സ്ക്വയർ ആയി മാറും. 10 സ്ക്വയർ വരും, 10 സ്ക്വയർ വരും, 20 സ്ക്വയർ വരും. സം എടുത്ത് കഴിഞ്ഞാൽ 0 കിട്ടില്ല അല്ലെ? സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? 0 കിട്ടില്ല, നമുക്കറിയാം. ഇനി അത് കൂട്ടാം, എല്ലാം കൂടെ കൂട്ടാം, ഈ വാല്യൂ എല്ലാം കൂടെ കൂട്ടാം. അതായത് എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മും വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്നുള്ള ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ചെറുത്?
the data is least when the deviation is taken from arithmetic mean. ഇത് ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. x minus x bar the whole square and sigma x minus x bar the whole square is greater than or equal to sigma x minus x bar the whole square. ഇത് greater than or equal to എഴുതാൻ കാരണം a എന്ന് പറഞ്ഞാൽ x bar ആയാൽ അത് ഈക്വൽ ആവും, അല്ലെങ്കിൽ എപ്പോഴും എയുടെ ഡീവിയേഷൻ ആയിരിക്കും വലുത്. ലീസ്റ്റ് ഡീവിയേഷൻ എപ്പോഴും എവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും? അരിത്മെറ്റിക് മീനിൽ നിന്നും എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലീസ്റ്റ് ഡീവിയേഷൻ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മിനിമം ഡീവിയേഷൻ. സ്ക്വയേഴ്സിന്റെ സമ്മ് കേട്ടോ, ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമം കിട്ടുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണേ, പഠിച്ചു വെക്കണം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. ഒന്നുകൂടെ പറയണോ? ഒന്നുമില്ലടോ, നമ്മളിപ്പോ ഡീവിയേഷൻ എടുത്തില്ലേ? ഇപ്പൊ ഇവിടെ ഡീവിയേഷൻ എടുത്തു, അതായത് എക്സ് ബാറിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുത്തു, എക്സിന്റെ വാല്യൂ എക്സ് ബാറിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടിയില്ലേ? അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അത് എക്സ് ബാറിൽ നിന്നുള്ള ഡീവിയേഷന്റെ സമ്മ 0 ആണെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി ഈ ഡീവിയേഷൻസിന്റെ സ്ക്വയർ എടുക്കുക, എക്സ് ബാർ എക്സ് മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സ്ക്വയർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ സം എടുക്കുക, സ്ക്വയേഴ്സിന്റെ സം. ഇപ്പൊ 20 സ്ക്വയർ, 10 സ്ക്വയർ, 0 സ്ക്വയർ, 10 സ്ക്വയർ, 20 സ്ക്വയർ, അതിന്റെ സം എടുക്കാം. അങ്ങനെ എക്സ് ബാറിൽ നിന്നും നമ്മൾ ഡീവിയേഷൻ എടുത്ത് അതിന്റെ സ്ക്വയർ എടുത്ത് സം എടുക്കുന്ന വാല്യൂ ആയിരിക്കും ഈ പറയുന്ന ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത്. എക്സ് ബാറിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ അവിടെ കൊടുത്താലും, എക്സ് ബാറിന് പകരം നിങ്ങൾ വേറെ ഏത് വാല്യൂ കൊടുത്താലും അതിന് കിട്ടുന്ന ഡീവിയേഷൻസിന്റെ സമ്മിന്റെ സ്ക്വയർ, ഡീവിയേഷൻസിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് ഇത് എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. ഏറ്റവും ചെറിയ ഡീവിയേഷൻ എടുക്കേണ്ടത് എവിടുന്നാണ്? ചെറിയ ഡീവിയേഷൻ കിട്ടുന്നത് എവിടെ നിന്ന് എടുക്കുമ്പോഴാണ്? എക്സ് ബാറിൽ നിന്നും എടുക്കുമ്പോഴാണ്. ഇതാണ് ഈ പോയിന്റ്. എക്സ് ബാറിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുക്കുമ്പോഴാണ് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു 40 എന്ന് പറഞ്ഞ വാല്യൂ ഡീവിയേഷൻ എടുത്തു വിചാരിക്കുക. എക്സ് മൈനസ് 40, എക്സ് മൈനസ് 40 ഇവിടെ എന്താ കിട്ടുക? -30, -20, -10, 0, 10 അല്ലെ? ഇനി ഇതിന്റെ സ്ക്വയേഴ്സ് ഞാൻ എടുത്തു. അപ്പോൾ 30 സ്ക്വയർ, 20 സ്ക്വയർ, 10 സ്ക്വയർ, 10 സ്ക്വയർ. 30 സ്ക്വയർ, 20 സ്ക്വയർ, 10 സ്ക്വയർ, 0 സ്ക്വയർ, 10 സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂവും ഈ സ്ക്വയേഴ്സ് എക്സ് ബാറിൽ നിന്ന് എടുത്ത സ്ക്വയേഴ്സ് അതിന്റെ സ്ക്വയർ ഉണ്ടല്ലോ, അതെന്തായിരിക്കും? 20 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. ഇങ്ങനെ രണ്ട് വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് എപ്പോഴാ? ഏതായിരിക്കും? എക്സ് ബാറിൽ നിന്ന് എടുക്കുന്ന ഡീവിയേഷൻസിന്റെ സ്ക്വയറിന്റെ സമ്മായിരിക്കും. എക്സ് ബാറിൽ നിന്ന് എടുക്കുന്ന ഡീവിയേഷന്റെ സ്ക്വയറിന്റെ സമ്മായിരിക്കും ഏറ്റവും ചെറുത്. ഓക്കെ, റൈറ്റ്. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ അതാണ് അടുത്ത പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിക്കോളൂ. ഇഫ് ദ ഒബ്സർവേഷൻ is increased by a, then the mean also increased by a. And if each observation is decreased by a, then the mean is also decreased by a. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മളിപ്പോ കുറച്ച് വാല്യൂസ് എടുത്തു, ഇതുപോലെ x1, x2, എക്സെട്ര xn എന്ന് പറഞ്ഞ കുറച്ച് വാല്യൂസ് എടുത്തു. അതിന്റെ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ അരിത്തമെറ്റിക് മീൻ ആണ് എക്സ് ബാർ. ഓക്കെ, അരിത്തമെറ്റിക് മീൻ ആണ് എക്സ് ബാർ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എക്സിന്റെ കൂടെ ഒക്കെ നമ്മളൊരു കോൺസ്റ്റന്റ് എ കൂട്ടുകയാണ്. x1 പ്ലസ് എ, x2 പ്ലസ് എ, എക്സെട്ര പ്ലസ് xn പ്ലസ് എ, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എ കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ എക്സ് ബാറിന്റെ കൂടെ ഈ കോൺസ്റ്റന്റ് കൂട്ടിയതായിരിക്കും. എക്സ് ബാറിന്റെ കൂടെ ഈ കോൺസ്റ്റന്റ് കൂട്ടിയതായിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. ഇത് എങ്ങനെയാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിപ്പോ 3-4 വാല്യൂ ഉണ്ട് വിചാരിക്കും. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കിട്ടി. നമ്മൾ ഈ x1ന്റെ x2ന്റെ x3ന്റെ x4ന്റെയും കൂടെ ഒരു 2 കൂട്ടാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു a കൂട്ടാന്ന് വിചാരിക്കും. അപ്പൊ എന്താ കിട്ടുക? x1 പ്ലസ് a പ്ലസ് x2 പ്ലസ് a
പ്ലസ് x3 പ്ലസ് എ പ്ലസ് x4 പ്ലസ് എ ഇങ്ങനെ കിട്ടും. എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ എ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഡിവൈഡ് ബൈ 4 തന്നെയാണ് എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ x1 പ്ലസ് x2 പ്ലസ് x3 അത് നമുക്ക് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാം. x4 വരെ കൂട്ടാം. പിന്നെ എത്ര എ ഉണ്ട് നോക്കൂ. 1 2 3 4 4 എ ഉണ്ട് അല്ലെ. ഇത് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ബൈ 4 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ 4a ബൈ 4 എന്നും ഡിവൈഡ് ചെയ്യാം. ഇതിനെ നമ്മൾ എക്സ് ബാർ എന്നാണ് വിളിച്ചത് നേരത്തെ അല്ലെ. എക്സ് ബാർ പ്ലസ് ഈ 4ഉം 4ഉം കട്ട് ചെയ്തിട്ട് എ കിട്ടും. അപ്പോൾ ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ആണെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസിന്റെയും കൂടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? പഴയ അരിത്തമെറ്റിക് മീനിന്റെ കൂടെ ആ കോൺസ്റ്റന്റ് വെറുതെ ആഡ് ചെയ്താൽ മതി. പഴയ അരിത്തമെറ്റിക് മീനിന്റെ കൂടെ നമ്മൾ പുതിയ വാല്യൂ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പഴയ അരിത്തമെറ്റിക് മീൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ഈ പറയുന്ന കോൺസ്റ്റന്റ് കൂട്ടിയാൽ മതി. ഇത് കൂട്ടുന്നതിൽ മാത്രമല്ല എന്തിലും കറക്റ്റ് ആവും, കുറയ്ക്കുന്ന സ്ഥലത്തും കറക്റ്റ് ആവും. ഇപ്പോൾ x1 മൈനസ് a1, x1 മൈനസ് എ, x2 മൈനസ് എ എക്സെട്ര xn മൈനസ് എ ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ മൈനസ് എ ആയിരിക്കും. കൂട്ടുന്ന പോലെ തന്നെ കുറയ്ക്കുന്നതും അതുപോലെ തന്നെ. അരിത്തമെറ്റിക് മീൻ ഒരു പെർട്ടിക്കുലർ നമ്പർ കൂട്ടിയാൽ അരിത്തമെറ്റിക് മീൻ കൂടും, ആ നമ്പറിന്റെ കൂടെ കൂടും. അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീനിന്റെ കൂടെ ആ നമ്പർ കൂടും, കുറച്ചാൽ ആ നമ്പർ കുറയും. ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്നത് എന്താ? ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നത്, നിങ്ങൾ മൊമെന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ആ ഒരു ടേം യൂസ് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അരിത്തമെറ്റിക് മീനിന്റെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന ഒരു പേര് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ്. അരിത്തമെറ്റിക് മീൻ എന്തോ ഒരു സാധനം എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ പറയാം അല്ലേ. അരിത്തമെറ്റിക് മീനിൽ എന്തോ ഒരു സാധനം എഫക്ട് ചെയ്യും നമ്മൾ പറയും. എന്തായിരുന്നു? ഓർമ്മയില്ല. എന്തോ ഒരു സാധനം എഫക്ട് ചെയ്യും നമ്മൾ പറയാലോ. ഈ സാധനം എവിടെ ഇല്ല? വാരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇല്ല. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ തന്നെയാണ്. നമ്മൾ റാൻഡം വാരിയബിൾ ഒക്കെ പറയുമ്പോൾ എക്സ്പെക്ടേഷൻ പറയും. അതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ അല്ല, ചേഞ്ച് ഓഫ് ഒറിജിൻ. എന്താണ് ഒറിജിൻ ഷിഫ്റ്റ്? ചേഞ്ച് ഓഫ് ഒറിജിൻ. ചേഞ്ച് ഓഫ് ഒറിജിനും ചേഞ്ച് ഓഫ് സ്കെയിലും അങ്ങനെയാണ് നമ്മൾ പറയുക. ഒറിജിൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക കുറയ്ക്കുക, അതാണ് ഒറിജിൻ ചേഞ്ച് എന്ന് പറയുന്നത്. എക്സിന്റെ വാല്യൂസിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിൻ ചേഞ്ച് എന്ന് പറയും. ഓക്കെ, ഒറിജിൻ ചേഞ്ച് അരിത്തമെറ്റിക് മീനിൽ എഫക്ട് ചെയ്യും. ഇനി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്കെയിൽ ചേഞ്ച് എന്നാ പറയാ. ഒരു കോൺസ്റ്റന്റ് എല്ലാ വാല്യൂസിന്റെ കൂടെ മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിനെ സ്കെയിൽ ചേഞ്ച് എന്നാ പറയാ. അവിടെയും ഇത് തന്നെ സംഭവിക്കുക അല്ലെ. അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക. സ്കെയിൽ ചേഞ്ചും ഒറിജിൻ ചേഞ്ചും അരിത്തമെറ്റിക് മീനിൽ എഫക്ട് ചെയ്യും. പക്ഷെ വാരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കെയിൽ ചേഞ്ച് എഫക്ട് ചെയ്യില്ല, സ്കെയിൽ ചേഞ്ചേ എഫക്ട് ചെയ്യുള്ളൂ, ഒറിജിൻ ചേഞ്ച് എഫക്ട് ചെയ്യില്ല. നമുക്ക് റാൻഡം വാരിയബിൾസിന്റെ കേസിലൊക്കെ പഠിക്കാം കേട്ടോ. ഇവിടെ നിന്ന് ആ പ്രോപ്പർട്ടി വരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യമാണ് നമ്മൾ താഴെ പറയുന്നത്. ഒറിജിൻ സ്കെയിൽ ചേഞ്ച് നമ്മൾ ആ പേര് പറയുന്നില്ല എന്ന് മാത്രം. നോക്കൂ, നെക്സ്റ്റ് വൺ. ഇപ്പൊ നമ്മൾ കൂട്ടവും കുറയ്ക്കുകയല്ലേ ചെയ്തേ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അരിത്തമെറ്റിക് മീൻ ഓഫ് n ഒബ്സർവേഷൻസ് ഇസ് x bar. If each observation is multiplied by p not equal to 0, then the new arithmetic mean of observations is px bar. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ x1, x2, എക്സെട്ര xn വാല്യൂസ് ഉണ്ട്. അതിന്റെ അരിത്തമെറ്റിക് മീൻ x bar ആണ്. നമ്മൾ p എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് എല്ലാത്തിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. px1, px2, എക്സെട്ര pxn. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ത് കിട്ടും? px bar കിട്ടും. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കിട്ടും? px bar കിട്ടും. ഇതാണ് ശരിക്കും എന്ത്? സ്കെയിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്കെയിൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റത് ഒറിജിൻ ഷിഫ്റ്റ്. ആദ്യത്തേത് ഒറിജിൻ ഷിഫ്റ്റ് ആണ്, ഇത് സ്കെയിൽ ഷിഫ്റ്റ്. വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ ഇവിടെ. ഇത് ഒറിജിൻ ഷിഫ്റ്റ്, ഒറിജിൻ ചേഞ്ച്, ഇത് സ്കെയിൽ ചേഞ്ച്. ഓക്കെ,
അതെങ്ങനെയാ വരിക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ കണ്ടുപിടിക്കുക. ഇനി അതിന്റെ കൂടെ നമ്മൾ പി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പി എക്സ് 1 പ്ലസ് പി എക്സ് 2 പ്ലസ് പി എക്സ് 3 പ്ലസ് പി എക്സ് 4 ബൈ 4. എല്ലാത്തിനും പീനെ കൊണ്ട് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാലോ. ബാക്കി എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സ് 3 പ്ലസ് എക്സ് 4 അങ്ങനെയല്ലേ കിട്ടുക ബൈ 4. ഇതിനെ നമ്മൾ എന്ത് എഴുതും? എക്സ് ബാർ എന്ന് എഴുതും. അപ്പൊ പി എക്സ് ബാർ എന്ന് കിട്ടും. ഓക്കെ, ഡിവിഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. ഈ 1 ബൈ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ബൈ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നല്ല അർത്ഥം. പി കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ബൈ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. അപ്പോഴും ഇവിടെ അത് തന്നെയാണ് വാല്യൂ വരിക. 1 ബൈ പി എക്സ് ബാർ തന്നെയാണ് കിട്ടുക കേട്ടോ. 1 ബൈ പി എക്സ് ബാർ, 1 ബൈ പി എക്സ് 1, 1 ബൈ പി എക്സ് 2, 1 ബൈ പി എക്സ് 3 എക്സെട്ര 1 ബൈ പി എക്സ് എൻ ആണ്. നിങ്ങൾ 1 ബൈ പി ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ പുതിയ ആവറേജ് 1 ബൈ പി എക്സ് ബാർ ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലോ? കൺഫ്യൂഷൻ ഇല്ല, മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ അല്ലേ? എഴുതി കഴിഞ്ഞോ? ബേസിക് ആയിട്ട് ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് എഴുതി വെച്ചോളൂ കേട്ടോ. യെസ്, ഓക്കെ, റൈറ്റ്. ദെൻ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒന്നും ഇപ്പോൾ ചോദിക്കില്ല, കാരണം പല രീതിയിൽ അത് മാറ്റങ്ങൾ വരും, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരില്ല. എന്നാലും പഠിച്ചു വെക്കുക. മെറിറ്റ്സ് എന്തൊക്കെയാ? നമ്മൾ ഗുഡ് ആവറേജിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. റിജിഡ് ഡെഫിനിഷൻ ഉണ്ട്, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലീസ്റ്റ് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഇൻ സാമ്പിളിംഗ്, അതായത് ഒരു ആവറേജ് ഒരു 100 ആളുകൾ ഉണ്ട് വിചാരിക്കുക. 100 ആളുകളുടെ ശരാശരി 10 പേരെ എടുത്ത് നമ്മൾ ശരാശരി കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ 10 പേരെ മാറ്റി 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 എടുത്താലും ഫ്ലക്ച്വേഷൻസ് വലിയ കാര്യമായിട്ട് ഈ ടൈപ്പിൽ എഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്നാലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ലീസ്റ്റ് എഫക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്, എഫക്ട് ചെയ്യില്ല എന്നല്ല, ലീസ്റ്റ് എഫക്റ്റഡ്. ആ ഒരു എഫക്ട് കുറവായിരിക്കും. പിന്നെ ഇറ്റ് ഇസ് കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. ഇത് ഇനി അരിത്തമാറ്റിക് മീൻ പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കും അല്ലേ? അരിത്തമാറ്റിക് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അങ്ങനെ പല സ്ഥലത്തും വീണ്ടും അരിത്തമാറ്റിക് മീൻ ഉപയോഗിക്കും. അത് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാരിറ്റീവ്ലി മറ്റ് ആവറേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുഡ് ആവറേജ് ആണ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത്. റിജിഡ് ഡെഫിനിഷൻ ആണ്, ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, based on all observations, least affected by fluctuations in sampling. It is capable of further mathematical treatments. Okay, right. ശരി, ഇനി അതിൻ്റെ താഴെ അതിൻ്റെ ഡിമെറിറ്റ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് ഡിമെറിറ്റ്സിൽ പറയുന്നത്? ഇറ്റ് ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ബാക്കിയുള്ള വാല്യൂ ഒക്കെ കുറവാണ്, മറ്റേ വാല്യൂ വലുതാണെങ്കിൽ അതും കൂടെ അതിനകത്ത് കൂട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ആവറേജിനെ എഫക്ട് ചെയ്യും. അപ്പോൾ ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് വളരെ കാര്യമായിട്ട് ഇതിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റ് കാൺ ബി ഡിറ്റർമിൻഡ് ബൈ ഇൻസ്പെക്ഷൻ. ഡയറക്റ്റ് ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ആവറേജ് ഒക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ട് എല്ലാ കേസിലും നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള വാല്യൂസ് ആണ്, ഓഡ് നമ്പർ ആണ്, നടുക്കുള്ള ആൾക്കാരെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വേണേൽ നോക്കാം, പക്ഷെ എല്ലാം ഒന്നും പറ്റില്ല. ഇറ്റ് കാൺ ബി ഡിറ്റർമിൻഡ് ബൈ ഡയറക്റ്റ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അതൊക്കെ. Okay, and it can be used for qualitative characteristics like intelligence, honesty, beauty. അതിനൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? ഇന്റലിജൻസ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഇന്റലിജൻസ്, ഹോണസ്റ്റി, ബ്യൂട്ടി, ഇത് നമ്പർ കാൽക്കുലേഷൻ ആണ് ശരിക്കും. മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുന്നതാണ് ശരിക്കും ഈ പറയുന്ന അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീനിനെ പറയുന്ന മറ്റൊരു പേരാണ് മാത്തമാറ്റിക്കൽ
ആവറേജ്. മാത്തമാറ്റിക്കൽ ആവറേജ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആവറേജ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആവറേജ്. കാൽക്കുലേറ്റഡ് ആവറേജ് ഇതെന്താണ്? അരിത്തമാറ്റിക് മീൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുക. ഇന്റലിജൻസിനൊക്കെ റേറ്റിംഗ്സ് അല്ലേ ഉണ്ടാവുക അല്ലെ? ഇപ്പൊ ഹോണസ്റ്റി, ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ റേറ്റിംഗ്സ് ആവറേജ്, ഗുഡ്, പുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റേറ്റിംഗ്സ് വരുന്നതിൽ നമുക്കിവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിന് നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ അരിത്തമാറ്റിക് മീൻ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല. നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്പേഴ്സ് കാൽക്കുലേഷൻ വളരെ ഈസിയാണ് ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ കാൽക്കുലേറ്റഡ് ആവറേജ്, മാത്തമാറ്റിക്കൽ ആവറേജ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇറ്റ് കാൺ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ക്ലാസ്. എന്താ ഈ ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നോക്കൂ, നമ്മള് ക്ലാസ് ഇന്റർവൽ നേരത്തെ പറഞ്ഞു, 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 to 30 അല്ലെ, ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ക്ലാസ്സിൽ പറയാണ് 30 ആൻഡ് എബോ ഇങ്ങനെ പറയാണ്. അതായത് 30-ന് മുകളിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വരുന്ന ക്ലാസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഒരു എൻഡ് ഓപ്പൺ അല്ലെങ്കിൽ 2 എൻഡ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ, ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സസിൽ ആവറേജ് കണ്ടുപിടിക്കുക, അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുക പ്രയാസമാണ്. കാരണം എന്താ? നമുക്ക് എന്ത് വേണം? ഒരു നടുക്കിലത്തെ ആളെ വേണ്ടേ? ഈ 30-ന്റെ എബോ എന്ന് പറഞ്ഞാൽ അവിടെ നടുക്കിൽ ആളെ കിട്ടാനില്ല നമുക്ക്. അതിന്റെ അപ്പർ ലിമിറ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് നടുക്കിലത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പൺ എൻഡ് ക്ലാസ്, അത് വെച്ചാൽ ലോവർ എൻഡ് മാത്രം ഓപ്പൺ ആയിട്ടുള്ളതും ചിലപ്പോൾ അപ്പർ എൻഡ് ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും. സോറി, ഇത് അപ്പറാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ലോവർ ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും. അതായത് ബിലോ 10 എന്ന് പറയുന്ന കേസുകൾ ഉണ്ടാവും. ബിലോ 10 എന്ന് പറഞ്ഞാൽ 0 വരെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, നമ്പർ അല്ലേ. താഴത്തേക്ക് നെഗറ്റീവ് നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ക്ലാസ്സുകളിലൊന്നും അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഇതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ?